ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കബൺ പാർക്കിലാണ് പോയത്. അതിൻ്റെ എൻട്രിയിൽ തന്നെ അഡോപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ബൗബൂസിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൽസും അമ്മയും കൂടെ കിളികളുടെ ഇരിക്കലോട്ട് പോയി. തത്ത, പ്രാവ്, മാടത്ത, അങ്ങനെ കുറേ. പിന്നെ ബോട്ടിങ്ങിൻ്റെ ആ ഒരു സെഷനും പിന്നെ ആ ഒരു പിള്ളേരുടെ കളിക്കുന്ന ഏരിയ ഉണ്ട്, ബാൽഭവൻ, അവിടെയും നമ്മൾ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ആൻഡ് ഈ ഒരു പപ്പറ്റ് ഷോ അടിപൊളിയായിരുന്നു. ആൻഡ് അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസും അതിൻ്റെ ഒരു സ്റ്റെപ്സും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഈ ഒരു സ്കള് മാത്രമല്ലായിരുന്നു, ഒരു ബൗബു ഉണ്ടായിരുന്നു. പക്ഷേ എൽസു ആകെ പേടിച്ച് മാറി അമ്മേനെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. വെൽക്കം ടു KRS വേൾഡ്. ഇന്ന് കബൺ പാർക്കിലാണ്. നമ്മുടെ ഒരു എക്സിറ്റിൽ വരുന്ന ഒരു എൻട്രിയാണ്. ബാൽഭവൻ വരുന്ന മറ്റേ എൻട്രിയിലായിരുന്നു. നമുക്കറിയില്ലായിരുന്നുകൊണ്ട് നമ്മൾ ഈ എൻട്രിയിലാണ് അടുത്താണ് കാർ ഇട്ടത്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ കുറേ വെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കുറേ ആൾക്കാരൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു. ഇവിടെ എന്താണ് ആൾക്കൂട്ടം എന്നൊക്കെ അറിയാൻ വേണ്ടി എൽസും അമ്മയും കൂടെ ഒന്ന് ആദ്യമേ ഓടി നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് അഡോപ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്യൂട്ട് ബബ്ബൂസിനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അതിൻ്റെ ഒരു ഓണറാണെങ്കിലും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് രണ്ട് പിള്ളേർ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഇതിനെ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലൊക്കെ നമ്മൾ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ കുട്ടികളുടെ പേരൻസൊക്കെ വരാൻ പറഞ്ഞ് അവരെല്ലാം കൂടെ ആയിട്ട് ഒരു ബബ്ബുവിനെ, ബബ്ബു ഇൻ ദ സെൻസ് എൽസിൻ്റെ വേർഡാണ് ഡോഗ് എന്ന് പറയുന്നത്. ആൻഡ് അത് ഇറ്റ് വാസ് ലൈക്ക് എ പപ്പി. നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് പപ്പിയായിരുന്നു. നമ്മൾ ജസ്റ്റ് അടുത്തോട്ടൊന്ന് പോയി നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ആകെപ്പാടെ ഒരു ടെൻസ്ഡാണ്. എൽസിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ നമ്മുടെ ഷൂസിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഫൺ. കണ്ടോ ഒരു കുഞ്ഞി ബബു ഇരിക്കുന്നുണ്ടോ, മറ്റൊരെണ്ണം ആളുടെ കയ്യിലിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നോക്കുന്നത് തന്നെ ഒരാൾ വാങ്ങിയിട്ട് പോയി. വാങ്ങുമല്ല, അതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് പോയി കേട്ടോ. ആൻഡ് നല്ലൊരു ഫൈൻ മോർണിംഗ് ആയിരുന്നു. ബാംഗ്ലൂരിൽ ഇത്രയും നല്ലൊരു സ്പോട്ട്, നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. ബാംഗ്ലൂരിലെ സിറ്റി ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ കബൺ പാർക്ക്. സോ നിങ്ങൾ എന്തായാലും കബൺ പാർക്ക് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി നോക്കണം. അവിടുത്തെ ട്രീസ് ആണെങ്കിലും അവിടുത്തെ എയർ ആണെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു എന്തൂസിയാസം കണ്ട് എക്സസൈസ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ആൻഡ് കുറേ പേരിങ്ങനെ അവിടെ വന്ന് അവിടെ പുല്ലുള്ള കുറേ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിങ്ങനെ പിക്നിക് എന്നല്ല, ലൈക്ക് ഒരു ഡേ ടൈം, ലൈക്ക് വർക്കിൻ്റെ വീക്ക് ഡേയ്സ് മുഴുവൻ കഴിഞ്ഞ് വീക്കെൻഡ്സിൽ ജസ്റ്റ് കുറേ ഫാമിലിയായിട്ടും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും ജസ്റ്റ് ഒന്ന് വന്ന് ചില്ല് ചെയ്ത് ലൈക്ക് ഒരു സ്പോട്ട് എടുത്ത് ലൈക്ക് ഫുഡൊക്കെ കഴിച്ച് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അവിടെ ഒത്തിരി എടുത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കണ്ടോ, തത്ത, പ്രാവ്, മൈന, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാകും കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ അധികം കാണാത്തൊരു സാധനമായിരുന്നു കാക്ക. എൽസിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് നാട്ടിലത്. ആൻഡ് ഇവിടെ ബാംഗ്ലൂരിൽ അധികം അങ്ങനെ നമ്മൾ കാണാറില്ല. കൂടുതലും പ്രാവുകളാണ് ഫ്ലൈറ്റുകളിലും കാര്യങ്ങളൊക്കെ കയറാനുള്ള. സോ കാക്കകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ പ്രാവുകൾ ഒരുമിച്ച് വന്ന് പറക്കുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് നീങ്ങുവാണ്. നമ്മുടെ ആ ട്രെയിനും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് തപ്പിക്കൊണ്ട് നമുക്കറിയില്ല ട്രെയിൻ എവിടെയാണ് ഉള്ളതെന്ന്. സോ ഇനി കുറച്ച് നേരം എൽസിനെ നടത്താമെന്ന് വിചാരിച്ചു. അല്ല ഇതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ് ഇങ്ങനെ ഫാമിലിയായിട്ട് അവിടെ വന്ന് ഇങ്ങനെ പായൊക്കെ വിരിച്ച് അതിലൊക്കെ ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ സ്നാക്സ് ഒക്കെ കഴിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പം നമ്മൾ ഇനിയും വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മവും കൊച്ചും കൂടെ കുറച്ച് നേരം മാടത്തായിട്ട് ഇരിക്കപ്പോയി കുറച്ച് നേരം കളിച്ചു. ആ ടൈമിൽ പപ്പായും മമ്മിയൊക്കെ വിശ്രമിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പം അമ്മുവിനെയും കൊച്ചിനെയും കാണാനില്ല. ഇവർ രണ്ടും കൂടെ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എവിടെയോ ആണ് ട്രെയിൻ കണ്ടോ, പോകുന്ന കാണാൻ കണ്ടോ നിങ്ങൾക്ക്. അങ്ങനെ കണ്ടിട്ട് അതിൻ്റെ പുറകെ അവർ പോയതായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പോൾ ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിനുള്ളിടത്തോട്ട് നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ. അത് നടന്ന് പോകുമ്പോഴത്തേക്കിനാണ് നല്ല വെറൈറ്റി കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടത്. അതിൻ്റെ മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇത് ഇത്രയും സൂപ്പറായിട്ട് ഇത്രയും ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തത്. ഇത് മെയിൻലി സൺഡേ മോർണിംഗ്സിലാണ് ഈ പെറ്റ്സിനെയും കൊണ്ടൊക്കെ ആൾക്കാർ വന്ന് കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ കണ്ടോ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. ഈ ഒരു മരം കണ്ടോ,
പടർന്ന് പന്തലിച്ച വൃക്ഷം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം, ഒരു 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 നല്ല ഏരിയ വലുപ്പത്തിൽ അങ്ങ് ഫുൾ ഇതായിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ കനകുന്ന് കൊട്ടാരത്തിലൊക്കെ തിരുവനന്തപുരം പോകുമ്പോഴും ഇതുപോലെ 1-2 മരങ്ങളുണ്ടെന്നല്ലാണ്ട് ഇത്ര ഏരിയ ഇല്ല കേട്ടോ. അതുവഴി നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കിനാണ് നമ്മുടെ സൈക്കിൾ പാർക്കും മറ്റ് എക്സസൈസൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു പാർക്കിലെത്തുന്നത്. ഇവിടെ നമുക്ക് 50 രൂപയ്ക്ക് ഈ ഒരു സൈക്കിൾ റെൻറ്റിനെടുത്ത് നമുക്ക് അതുവഴി 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാം കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ റെയിൽവേ ട്രാക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി ഇലക്ഷൻ സ്ഥാനത്തോട് നടക്കുകയാണ്. അപ്പോഴും നമുക്ക് കാണാം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സ്കേറ്റ് ചെയ്യും, ആൾക്കാർ നടക്കാനൊക്കെ ആയിട്ടും സൈക്കിളും ഒക്കെ ആയിട്ടും ഒത്തിരി ആൾക്കാർ പാർക്കിൽ ഫുൾ എപ്പോഴും ഓക്യുപ്പൈഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് കുറേ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആ വാട്ടർഫോളിൻ്റെ അവിടം വരെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ബാൽഫാനിൻ്റെ എക്സിറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാം. നമ്മൾ എന്നിട്ട് ആ റെയിൽവേ ട്രാക്കിൽ കൂടെ തന്നെയാണ് കേട്ടോ ട്രെയിനിൽ പോകുന്നത്. കുറച്ച് നേരം കഴിയുമ്പം എക്സിറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മളെ കയറ്റി വിട്ടില്ല. കുറേ കൂടെ മുന്നിലോട്ട് നടന്നു കഴിയുമ്പോൾ അവിടെ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് വിടുകയാണ്. നമ്മൾ വീണ്ടും നടക്കുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിൻ കണ്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങോട്ട് പോകുന്ന കാണാമോ നിങ്ങൾക്ക്? അതുവഴി ട്രെയിൻ പോവുകയാണ്. അതിനിപ്പോൾ ഇതുവഴി വന്ന് നെക്സ്റ്റ് റൈഡിലായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രണ്ടിലെത്തി. അതുകൊണ്ട് നമുക്ക് പാർക്കിനകത്തുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു നമ്മൾ പാർക്കിങ്ങിലോട്ട് അങ്ങോട്ട് പോയത്. നമുക്ക് വഴി അറിയാഞ്ഞുകൊണ്ട് പറ്റിയതാണ്. ഇവിടെ കുറേ ആൾക്കാർ സൈക്കിൾ റേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറുകയാണ്. ആൻഡ് ബോട്ടിങ്ങിനും ട്രെയിനിനും സെപ്പറേറ്റ് ആണ് ചാർജസ് വരുന്നത്. നമ്മൾ 4 അഡൽട്ടും എൽസും കൊണ്ടുണ്ടായിരുന്നതുകൊണ്ട് ടോട്ടൽ 200 രൂപയാണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് മാത്രമായത്. ഇവിടെ ബാൽഭവൻ എന്നൊരു എൻട്രിയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നമുക്ക് തോന്നിയത് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളതുകൊണ്ട് ക്യാഷ് തന്നെ കൊടുത്തിട്ട് ആ ഒരു ഡോർ കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ട്രെയിനിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ നേരെ ട്രെയിൻ എൻട്രൻസ് എന്ന് കാണുന്നത് കൂടെ നമ്മൾ ട്രെയിനിലേക്ക് കയറുവാണ്. അങ്ങേ വശത്തൂടെയോ? ഇങ്ങനെ വശത്തൂടെ ഏതുവഴി വേണം കയറാം. നല്ലതാണോ? എൽസിനാ കഴിക്കുന്നേ? പറ. തിയേറ്റർ ഉണ്ടോ കേട്ടോ? എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വരാം. അതിന്റെ വെള്ളം ചീറ്റുവോ? അയ്യോ, ക്യാമറ മുഴുവൻ നനഞ്ഞു പോയി. ബോട്ടിങ്ങിനുള്ള നടന്ന വഴി തന്നെയാണ് ഇത്. അമ്മ അതുകൊണ്ട് അവിടെ നിന്നേ കാണാൻ പറ്റിയത് ട്രെയിൻ ഇതുവഴി പോകുന്നത്. പക്ഷെ 10 മണിയാകുമ്പോഴല്ലേ സ്റ്റാർട്ട് ആവുള്ളൂ. ഓ, ഒരു ട്രിപ്പ് കഴിഞ്ഞായിരുന്നു നമ്മൾ വന്നതിന് മുന്നേ. ഓക്കെ പുള്ളി പഴം നിന്നുകൊണ്ടിരിക്കുക അല്ലേ? ടോയ് ട്രെയിൻ എപ്പോഴും ഉള്ളതാണെങ്കിൽ തന്നെ ഒത്തിരി കയറാൻ കുട്ടികളും മാതാപിതാക്കളും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ തുടക്കത്തിൽ കയറിയപ്പോഴാണെങ്കിലും കാണിച്ചു ഈ ട്രെയിനും ഫുള്ളായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു ജനം തന്നെ ഉണ്ട് കയറാൻ. ഈ ഒരു ട്രെയിൻ വീണ്ടും അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഫുള്ളായി പോകാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിയെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടാണ് പിന്നെ പാർക്കിലോട്ടും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. ഓ, ഇതാ മറ്റേ ഇല്ല സ്പീഡൊന്നുമില്ല. ഇങ്ങനെ പൊക്കത്തൂടെ ആണ്. അവർക്കിപ്പോൾ ആരുമില്ല. ഈ ട്രെയിനെല്ലാം എല്ലാവരും കയറിയോണ്ട് ഇതേ ട്രാമ്പലീനി പിള്ളേർ കളിക്കുന്നു. എൽസ് വന്ന് ഇതേ കയറി ചാടിയതായിരുന്നു അന്ന് കുറച്ച് നേരം. പക്ഷെ ഇവിടെ തീരെ കുഞ്ഞായ
നമ്മളിങ്ങനെ നടന്നു ചെന്നപ്പോഴാണ് ഈ ഒരു പപ്പറ്റ് ഷോ കണ്ടത് കേട്ടോ. ആൻഡ് എന്ത് ആക്യുറേറ്റ് എന്നറിയ ആളുടെ ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു പാട്ടിനനുസരിച്ച് ആ ഒരു ഡാൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. കുട്ടികളൊക്കെ അത് ഒത്തിരി കള്ളായുണ്ട്. കുറെ പിള്ളേരൊക്കെ ഓടിച്ചു, പക്ഷേ എൽസു ആകെ മൊത്തം പേടിച്ച് മാറി. എന്ത് രസമാണല്ലേ തലയാട്ടുന്നതാണെങ്കിലും പുള്ളി ആ ഒരു ഇതിൽ ചെയ്തിരിക്കുന്ന വെച്ച് ചെവിയാടുന്നു, വാലാടുന്നു, കാലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു പറയാം. ആ സ്കള്ളിന് നിങ്ങൾ ഒന്നുകൂടെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാം കൃത്യമായിട്ട് അതെങ്ങനെ അത്ര ഇതായിട്ട് ചമച്ചെല്ലാം ചെയ്തു. ഡോഗ് ഡാൻസ് കളിക്കുന്നുണ്ടോടാ? ചാടുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. നല്ല രസമാണ്. എൽസു എന്നാടാ ചേട്ടന്മാർ ഇപ്പം കളിക്കുവാടാ? അമ്മിയപ്പം അവിടെ ഉണ്ടല്ലോ. എടാ ഈ സാധനം ഇന്ന് കയറുവാടാ? ഇങ്ങനെ കല്ലേ പിടിച്ച് മേലോട്ട് കയറുന്ന ഈ സാധനം കയറുന്നോ? നോ. ഓ അല്ലമ്മോ, എന്തോ സ്കൂളിലെ ഫംഗ്ഷൻ നടക്കുന്നതാ അല്ലേ? ആണോ? ജിറാഫടാ. ജിറാഫിനെ കണ്ടോ? എൽസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആനിമൽ ഏതാ? ജിറാഫാണോ? ഓർമ്മയുണ്ടോ എനിക്കത്? കുഞ്ഞായിരുന്നപ്പോഴെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇവിടെ താഴെ കുറേ കുഞ്ഞു ആൾക്കാരൊക്കെ ഉണ്ട്. ആരും മൈൻഡ് ചെയ്യാതെ ഒരു മുയലെ ഒരാട്ടും. നമുക്ക് പോയി നോക്കാവേ ഇവിടെ എന്താ പരിപാടി എന്നേ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ എടാ, ഹായ് പറയടാ. ഹായ്. ഈ എന്നാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആന ഇതെന്നാടാ? കേട്ടോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ട്രെയിൻ പോയ കണ്ടോ? അയ്യോ കുറേ പേര് നിൽക്കുന്നുണ്ടാ ട്രെയിനകത്ത് ഇടയില്ലാഞ്ഞിട്ട്. ക്യാമറ പണി പറ്റിച്ചു, ക്യാമറ ഔട്ടായി പോയി, മെമ്മറി ഫുള്ളായി. സോ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് മാറി സ്വിച്ച് ചെയ്ത് മൊബൈലിലോട്ടല്ലേ. ഇതാരാടാ? കായോ? ഇതാണോ കാ? എനിക്ക് കായ മനസ്സിലായില്ലെന്ന് ഇപ്പം മനസ്സിലായി. ഇത് പശു. ബൈനു നമുക്ക് കൾച്ചറൽ പരിപാടി കണ്ടിട്ട് വരാം. കൾച്ചറൽ പരിപാടി കണ്ടിട്ട് വരാം. സ്കൂൾ പിള്ളേരാണ് സാറല്ലേ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ആനനെയാണ് ഇങ്ങനെ ഓടിക്കുന്നേ? താൻ ആരാടോ ഇങ്ങനെ ആനനെ ഓടിക്കാൻ? ഓ ഡോർ അടച്ചിരിക്കല്ലേ. കണ്ടോ അവിടെ എന്തോ സ്കൂളിലെ പരിപാടി നടക്കുവാടാ. എൽസു നോക്കിക്കേ. എൽസു എൽസു ദേ അണ്ണാൻ പോകുന്നുണ്ടോ? അണ്ണാനെ കണ്ടോ എൽസു? ഇതാണോ? ഇത് ആനയാടാ. ആന. ഇനി ആന ഇല്ലല്ലോ. നമ്മൾ കുറച്ചും വേണ്ട ട്രെയിൻ കണ്ടോ? അതിലെ പോകുന്നുണ്ടോ? നമ്മൾ കയറിയ ട്രെയിനാണോടാ? ഓ അതിനെ സ്പീഡ് കൂട്ടിയടാ. ഇത് കണ്ടോ ഈ കറങ്ങുന്ന ഈ സാധനം? ഇതേലൊക്കെ വേണമെങ്കിൽ കയറ്റാ വരുന്ന. ആ 2 വയസ്സ് തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു. അതല്ല മറ്റേ ആ സാധനത്തിലൊക്കെ. അതേലും എനിക്ക് തോന്നിയ റോസുനെയൊക്കെ ഒരു ഈ പ്രായത്തിലേക്കുള്ളൊക്കെ ചെറുതായിരുന്ന റോസുനെയൊക്കെ അതൊക്കെ കയറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാക്കനാട് വെച്ച് അതൊക്കെ ആയിരുന്നോ? കയറ്റിയല്ല. ഇതേലൊക്കെ കണ്ടോ കുറെ ഇങ്ങനെ നടക്കുന്ന സാധനങ്ങളും. അത് മറ്റേ സെൽറ്റോസിനുണ്ടായിരുന്നു. അയ്യോ ട്രെയിൻ വരുന്നു, മാറി നിൽക്കൂ. അയ്യോ ആ രക്ഷപ്പെട്ടു അണ്ണൻ രക്ഷപ്പെട്ടു.
ഈ ഒരു പൈൻ്റെ റോളർ സ്കേറ്റ്സ് കണ്ടപ്പോൾ റോളർ സ്കേറ്റിങ്ങിൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ആൻഡ് ഈ ഒരു കുട്ടിയാണെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്താണ് സൈക്കിൾ എടുത്ത് ചവിട്ടുന്നതായിരിക്കും. എടോ താൻ നേരെ ഇരിയടോ എൽസു, താൻ മടങ്ങിക്കൂടിയായിരിക്കുന്നേ. ആ ആനമലയൊന്നും കയറണ്ട, ഇങ്ങോട്ട് മാറ്, ലെഫ്റ്റിലോട്ട് വാ. ഒരു 5 കിലോമീറ്റർ നടന്ന് കാണുമല്ലേ നമ്മളിന്ന്? 5 അല്ലെങ്കിലേ ഉള്ളല്ലേ? അതെ, നടന്നു. ഇല്ലടാ, ഇല്ല ബാ. ആ അമ്മേ, നമ്മുടെ ആദ്യത്തെ റോഡാണെന്ന് തോന്നുന്നു നീ കണ്ടിരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ് അല്ലേ? പക്ഷെ വേസ്റ്റ് എടുത്ത് ഇങ്ങോട്ടിരുന്നത് നല്ല കാര്യമല്ലല്ലേ? എന്നാലും റോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടല്ലോ. മടുത്തോ? ഞാനും മടുത്തൊന്നുമില്ല, ഞാൻ ഒട്ടും മടുത്തിട്ടില്ല. പേടിച്ചു പോയടാ, ഷിറ്റ്സ് പേടിച്ചു പോയടാ. കുറേ ഡോഗ്സ് ഉണ്ടല്ലേ, ഷിറ്റ്സിനെ കണ്ടോ? നമ്മൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ആ കയറിയ എൻട്രൻസ് കൂടെ തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹൈക്കോർട്ടും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇനിയും. സോ ബൈ.